നിങ്ങൾ ലോൺ എടുത്തൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലോൺ എടുത്ത വീട് പണിത് കടക്കണിയിലായ ആളുകൾക്ക് പറ്റിയ കാര്യം എന്താണെന്നും പറയുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത്. വീട് എന്നത് എല്ലാവരും ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് പറയുന്നത് മലയാളിക്ക് ഭയങ്കര അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളൊരു എവിടെ നിന്നാണോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്ഥലത്തെ ബാങ്കിൽ ചെന്നിട്ട് അവിടുത്തെ മാനേജരോട് പറയുക, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുക. എനിക്ക് ഇത്ര സാലറി ഉണ്ട്, ഇന്നതാണ് എൻ്റെ ഡീറ്റെയിൽസ്, എനിക്കൊരു വീട് പണിയാനുള്ള താല്പര്യമുണ്ട്, എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഈ സാലറി ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് എത്ര രൂപ എനിക്ക് വരും, ലോൺ കിട്ടും, എനിക്ക് എലിജിബിലിറ്റി എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന മാനേജറൊക്കെ ആണെങ്കിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇത്ര രൂപയുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ സാലറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപയുടെ എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലാനിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും പോകാവുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് 10 ലക്ഷം രൂപ വരെ നമുക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും 10 ലക്ഷം രൂപ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ലോൺ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ സാലറി എല്ലാം പ്രകാരം നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളൊന്നും ചിന്തിക്കാതെ ബാക്കി ഒരു കാര്യം ചിന്തിക്കേണ്ട. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കുള്ള ഒരു ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് ലോണാണ്. അതിനുശേഷമാണ് ഗോൾഡ് ലോൺ വരുള്ളൂ. ബാക്കിയുള്ള ലോണുകളെല്ലാം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണ് ബാക്കിയുള്ള ലോണുകൾക്കെല്ലാം. അതിന്റെ ഇടയ്ക്ക് ഒരു ലോൺ വരുന്നുണ്ട്, CKCC. അത് കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതായത് കാർഷിക ലോൺ. അത് 3 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ. ഇന്നത്തെ രീതിയിൽ 3 ലക്ഷം രൂപയ്ക്ക് ഒരാളുടെ വീടും പണിതീരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കുറവുള്ള ലോണല്ലേ നമ്മൾ എടുത്ത് അവൈൽ ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ പലരും ചോദിക്കും, ഈ 50 ലക്ഷം രൂപയുടെ ലോൺ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോസസ്സിംഗ് ചാർജ് വരില്ലേ? ഇപ്പോൾ പല നാഷണലൈസ്ഡ് ബാങ്കിലും പല ബാങ്കുകളും ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് അവർ പ്രോസസ്സിംഗ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. അപ്പം നമുക്ക് എലിജിബിലിറ്റി എത്രയാണോ അത്രയും ലോൺ നമ്മൾ എടുത്ത് അവൈൽ ചെയ്തില്ലെങ്കിലുള്ള അവൈൽ ചെയ്യാതെ ചിലർ കാണിക്കും. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു 20 പ്രാവശ്യമായിട്ട് അടച്ചൊരു ചിട്ടി എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സാലറി ഇൻക്രിമെന്റ് കുറച്ച് വരാനുണ്ട്, അത് പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്, അത് വരാനുണ്ട്, അത് വരുമ്പോൾ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപ അതുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാൽക്കുലേഷനിലാണ് അവർ ഈ 50 ലക്ഷം രൂപ എലിജിബിലിറ്റി ഉള്ള ആള് എന്തൊക്കെയോ കുറെ കാൽക്കുലേഷനൊക്കെ കാരണം അയാൾ 35 ലക്ഷം രൂപ എടുക്കും. ഈ കറക്റ്റ് സമയത്ത് അയാൾക്ക് ഈ ചിട്ടി കിട്ടില്ല. ചിട്ടി ചെയ്ത കാര്യമൊക്കെ ആകുമ്പോൾ ഈ 100 മാസത്തെ ചിട്ടിയൊക്കെ ആണല്ലോ നമ്മൾ സാധാരണക്കാരൊക്കെ എടുത്തു വെക്കുന്നത്. ഈ 100 മാസത്തെ ചിട്ടിക്കൊന്നും ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും നമുക്ക് ആ ചിട്ടി കിട്ടാതെ വരും. ചിട്ടി കിട്ടാതെ വരുമ്പോൾ നമ്മുടെ പണി പയ്യെ പെൻഡിങ് ആവും. ഈ ബാങ്കിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം മാത്രമാണ് അവർ ഈ ലോൺ നമുക്ക് ബാക്കിയുള്ള ലോൺ ഡിസ്പേഴ്സ് ചെയ്യുള്ളൂ അവർ. അപ്പോൾ ആ പണി തീരാതെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലത്തെ സ്ഥിതിയൊക്കെ എന്നാ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ചോദിക്കും, എടാ നീ വീട് പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ, ഇതുവരെ വീടിന്റെ പണി കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കും. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ നമ്മളത് കേൾക്കും, നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നില്ല, നമ്മളത് വിട്ടു കളയും. പിന്നെ ഇത് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ ചെല്ലുമ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ സർവ്വ പിടുത്തം അങ്ങ് വിടും. നമ്മുടെ സർവ്വ കൺട്രോളും പോകും. എങ്ങനെയാ പണി തീർക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരും. അപ്പം നമ്മൾ എന്നാ കാണിക്കും? അതുവരെ ഇവൻ കാൽക്കുലേഷനാണ്, ഭയങ്കര കാൽക്കുലേഷനാണ്. ഈ പ്രോസസിംഗ് ചാർജ് ഇത്ര വരും, 30 ലക്ഷം 50 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വർഷം കൊണ്ട് ഇത്രയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാൽക്കുലേഷൻ ആയിരിക്കും അതുവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെരവണി അങ്ങ് തീരാതെ വന്നു കഴിയുമ്പോഴേക്കും ഇവന്റെ കാൽക്കുലേഷൻ എല്ലാം അങ്ങ് തെറ്റും. ഇവൻ പിന്നെ ഒരു കാൽക്കുലേഷനും ഇല്ല, അവൻ കിട്ടുന്നോടൊന്ന് എല്ലാം ലോൺ എടുക്കാൻ തുടങ്ങും. അങ്ങനെ എടുത്ത് അവസാനം എന്താവും? കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവൻ ഈ സമയത്ത് ഈ പ്രോസസിംഗ് ചാർജ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവനാ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള, അതായത് അവന് എലിജിബിലിറ്റി ആയിട്ടുള്ള ആ 50 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാന്ന് കുഴപ്പം? അവന്റെ ആ പെരവണി അവിടെ കംപ്ലീറ്റ് ആയേനെ. പിന്നെ പെരവണിക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മളിപ്പോൾ പെരവണിത് തുടങ്ങുമ്പം ഒരു കമ്പിക്ക് അല്ലെങ്കിൽ സിമെന്റിനുള്ള വില ആയിരിക്കില്ല നമ്മുടെ പെരപണി തീരുമ്പോഴേക്കും അതിനുള്ള വില. ഞാൻ ഉദാഹരണം തന്നെ പറയാം. ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് എംസാൻഡും കല്ലും
പാറപ്പൊടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന, വീട്ടിലെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന, പെട്ടെന്ന് ആ കൃഷ്ണം അങ്ങ് അടച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ആ കൃഷ്ണം അവിടെ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ദൂരെ നിന്ന് നിങ്ങൾ സാധനങ്ങൾ എടുക്കണ്ടേ, അപ്പം വില കൂടില്ലേ? അതാ പറഞ്ഞത്, നമ്മൾ പെരവണി നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോഴേക്കും എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10% തൊട്ട് 35% വരെ വർധന ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഈ മാക്സിമം നമ്മൾ ലോൺ അവൈൽ ചെയ്ത് വെക്കണം. ലോൺ അവൈൽ ചെയ്ത് വെച്ചെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഈ നാഷണലൈസ് ബാങ്കുകളുടെയൊക്കെ പ്രത്യേകത, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുത്തു കഴിയുമ്പോഴുള്ള ബാങ്കുകളുടെയൊക്കെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ എടുക്കുന്ന എത്രയാണോ, 10 ലക്ഷം 50 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തു, നിങ്ങൾ അതിൻ്റെ അകത്ത് അവൈൽ ചെയ്തേക്കുന്നത് 25 ലക്ഷം രൂപയാണെങ്കിലേ ആ 25 ലക്ഷം രൂപയ്ക്ക് മാത്രമേ പലിശ വരുള്ളൂ. അപ്പൊ നമുക്ക് ബാലൻസ് ഉള്ള പൈസക്ക് പലിശ വരില്ല. പിന്നെ നമ്മൾ ഈ എല്ലാവരും ഹൗസിംഗ് ലോണൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു 30 വർഷത്തേക്ക് അടച്ച് ഇത് മൊത്തം EMI അങ്ങ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം എങ്ങനെ പോയാലും നമ്മൾ ഈ അടച്ചതിന്റെ ഡബിൾ ആവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? നമുക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ട്, 10,000 രൂപയാണ് അതിന്റെ EMI എങ്കിൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ തൊട്ട് എന്നാ ചെയ്യണമെന്നറിയാമോ? 10,000 രൂപയുടെ കൂടെ ഒരു 100 രൂപ കൂടെ കൂട്ടി അടയ്ക്കുക. 100 രൂപ കൂടെ കൂട്ടി അടച്ച് കഴിയുമ്പോൾ ഇല്ലേ, ആ 10,000 രൂപ കഴിഞ്ഞ് EMI വരുന്ന 10,000 രൂപയാണ്. ആ കഴിഞ്ഞിട്ട് 100 രൂപ നിങ്ങളുടെ പ്രിൻസിപ്പളിലേക്ക് കയറും. ഇതൊക്കെയാണ് നാഷണലൈസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിയുമ്പോൾ. അപ്പൊ ആ 100 രൂപ നിങ്ങളുടെ പ്രിൻസിപ്പളിലേക്ക് കയറും. അപ്പൊ പ്രിൻസിപ്പളിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അടയ്ക്കുന്ന EMIക്ക് കുറവുണ്ടാവില്ല. കാരണം അത് എന്തെങ്കിലും അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതിന് കുറവുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ 30 വർഷത്തേക്ക് എടുത്ത ലോണാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 വർഷം കൊണ്ട് ഈ വെറും 100 രൂപ നിങ്ങൾ നിങ്ങളുടെ EMI കൂട്ടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 5 വർഷം എടുത്ത് നിങ്ങൾക്ക് EMIയുടെ വർഷത്തിൽ നിങ്ങൾക്ക് കുറവ് കിട്ടും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഹൗസിംഗ് ലോണിനകത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ കാൽക്കുലേഷനാണ്. ഇതിന്റെ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് 30 വർഷം അടച്ചു കഴിയുമ്പോഴേക്ക് ഇത് ഞാൻ അടയ്ക്കുന്ന EMI കൊണ്ട് എന്റെ ഹൗസിംഗ് ലോൺ ഡബിൾ ആയി പോകില്ല. അതായത് 30 ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഹൗസിംഗ് ലോൺ ആണെങ്കിൽ അത് 60 ലക്ഷം രൂപയായി പോകില്ലോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ അന്നേരം വേറൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ ഇവര് ഒരു അരിയർ അവർക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു 1-2 ലക്ഷം രൂപ അവിടെയൊക്കെ എവിടെയും കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചിട്ടി പിടിച്ചെന്ന് വെച്ചോ. ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിട്ടി കൊണ്ടേ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിൽക്കുന്ന എമൗണ്ടിലേക്ക് ആ EMI കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് മൊത്തം ആ പ്രിൻസിപ്പളിലേക്ക് കയറും. ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ അടയ്ക്കുന്ന EMIക്ക് കുറവുണ്ടാവില്ല, പക്ഷെ നമ്മൾ അടയ്ക്കുന്ന വർഷം നമുക്ക് കുറഞ്ഞു പോകും. ഇത് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വർഷം ഞാനിത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വരുമല്ലോ എന്നുള്ള ചിന്താഗതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ഹൗസിംഗ് ലോൺ എടുത്ത് അത്യാവശ്യം നല്ലൊരു വീടൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വരുള്ളൂ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഏത് ജോലിക്കാണെങ്കിലും സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും. അതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ അത് EMI വലിയ നമുക്ക് ബാധ്യതയല്ലാതെ വരും. അപ്പൊ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അടച്ചടച്ചങ്ങ് പോവുകയും ചെയ്യാം. ഹൗസിംഗ് ലോൺ എടുത്താണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ പ്ലാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ സാലറി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ലോൺ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം ബാക്കി കാര്യങ്ങളിലേക്ക് നടക്കുക. പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി എത്രയാണോ അത്രയും ലോൺ നിങ്ങൾ അവൈൽ ചെയ്ത് വെക്കുക. ഇത്രയും കടക്കണിയിലായിട്ട് കണ്ണീരും കൈയുമായിട്ട് നടക്കുന്ന നിരവധി ആളുകളുടെ അനുഭവം കണ്ടിട്ട് പറയുന്ന കേട്ടോ.